കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സദൃശവാക്യങ്ങളുടെ പുസ്തകം 26-ാമത്തെ അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: കുരികിൽ പാറിപ്പോകുന്നതും മീബൽ പക്ഷി പറന്നു പോകുന്നതും പോലെ കാരണം കൂടാതെ ശാപം പറ്റുകയില്ല എന്ന് പറയുന്നു. പ്രിയ ദൈവമക്കളെ, ഇവിടെ കാരണം കൂടാത്ത ഒരു ശാപത്തിനെ കുറിച്ച് പറയുകയാണ്. പലപ്പോഴും നമുക്കറിയാം, ഒരു മനുഷ്യനിൽ നിന്ന് ചില കാര്യങ്ങൾ പ്രതീക്ഷിച്ചിരിക്കും, അല്ലെങ്കിൽ താൻ ഉദ്ദേശിക്കുന്നത് പോലെ അവർ നടക്കണമെന്ന് വിചാരിക്കും. ഇത് രണ്ടും ഇല്ലാതെ വരുമ്പോൾ മറ്റേ മനുഷ്യനെ നോക്കി ശപിക്കാറുണ്ട്. നീ നന്നായിരിക്കത്തില്ല, നിൻ്റെ കുഞ്ഞുങ്ങൾ നിനക്ക് ഉതകത്തില്ല, അല്ലെങ്കിൽ നീ വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കത്തില്ല, അല്ലെങ്കിൽ നിനക്ക് അത് സംഭവിക്കും, ഇത് സംഭവിക്കും, പിന്നെ നീ ഒന്നുമില്ലാത്തവളായി മാറും. ഇങ്ങനെയൊക്കെ ഒരുപാട് ശാപവാക്കുകൾ ഇടുന്നത് നാം കേട്ടിട്ടുണ്ട്. പ്രിയ ദൈവ പൈതലേ, ഇവിടെ ബൈബിൾ പറയുന്നതെന്ന് പറഞ്ഞാൽ കാരണം കൂടാതെ ഉള്ള ശാപം ഏൽക്കുകയില്ല എന്നാണ് പറയുന്നത്. കാരണം കൂടാതെ ഉള്ള ശാപം എന്ന് പറയുമ്പോൾ നാം ഒന്ന് വിചാരിക്കുക, ദൈവകൃപയിൽ നിലനിൽക്കുന്ന ഒരു വ്യക്തി ദൈവനീതിക്കും ന്യായത്തിനും ദൈവകൽപ്പനകൾക്കും വിരുദ്ധമായി ചെയ്യാത്ത ഒരു വ്യക്തിക്ക് നേരെ വരുന്ന ശാപം. കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ദാവീദിനെ തൻ്റെ മോന നിമിത്തം ഇറങ്ങി ഓടേണ്ടി വന്നപ്പോൾ തൻ്റെ ശത്രു കൂട്ടത്തിലുള്ള ഒരുത്തൻ ദാവീദിനെ ശപിച്ചതായി കാണും. അപ്പോൾ ദാവീദ് പറയുന്നു, ഇന്ന് യഹോവ എന്നെ ശപിക്കാൻ അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അവൻ ധാരാളം പറയട്ടെ എന്ന് അവൻ ശപിക്കുന്നത് ദൈവം എനിക്ക് ജീവിതത്തിൽ അനുഗ്രഹമാക്കി തരുമെന്ന്. പ്രിയ ദൈവ പൈതലേ, നിങ്ങളുടെ മക്കൾ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അവർക്ക് നിങ്ങൾ അറിഞ്ഞും കൊണ്ട് ഒരു ദ്രോഹം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ ഇടുന്ന ശാപം ഒരിക്കലും നിങ്ങൾക്ക് പറ്റത്തില്ല. കാരണം എന്തെന്ന് പറഞ്ഞാൽ, അത് ഇവിടെ വചനം പറയുന്നത് പോലെ കുരുകിൽ പാറിപ്പോകുന്നത് പോലെയും മീബൽ പക്ഷി പറന്നു പോകുന്നത് പോലെയും അത് പറന്നു പോകും. അത് ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിലോ നിങ്ങളുടെ തലമുറകളുടെ ജീവിതത്തിൽ നിൽക്കത്തില്ല. പക്ഷേ നിങ്ങൾ നീതിമാനും നിങ്ങൾ ദോഷം വിട്ട് അകലുന്നവരും കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നവരും ആയിരിക്കണം. അങ്ങനെ ആയിരുന്നാലേ അത് സംഭവിക്കും. അല്ലാതെ നാമം ഉള്ള ദ്രോഹമൊക്കെ ചെയ്തിട്ട് ആരെയും ശാപം എനിക്ക് ഏൽക്കരുത് എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. ഇത് പറയുന്നത് അടുത്തവർക്ക് ശാപം വരുത്താതെ നടക്കുന്നവരെ കാര്യമാണ് ഇവിടെ പറയുന്നത്. വചനം ഇങ്ങനെ ഇരിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ എന്ത് പ്രവർത്തിച്ചാലും എനിക്കൊരു ശാപവും വരത്തില്ല. ഞാൻ പള്ളിയിൽ പോകുന്നു, വചനം വായിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ഉപവസിക്കുന്നു, അപ്പോൾ ആയതുകൊണ്ട് എനിക്കൊന്നും വരത്തില്ല എന്നൊരു വ്യക്തിക്ക് പറയുവാൻ പറ്റത്തില്ല. നാം നമ്മുടെ നാവ് കൊണ്ട് അടുത്തവർക്ക് ദ്രോഹം ചെയ്യാതിരിക്കുകയാണെങ്കിൽ ഈ വചനം അനുസരിച്ച് ദൈവം നമുക്ക് നിർബന്ധമായിട്ട് ആ ശാപം നമ്മുടെ മേൽ വരാതെ ദൈവം മാറ്റിത്തരും. അങ്ങനെ ദൈവമക്കളെ, കണ്ണുനീരോടെ വേദനയോടെ ഏതെങ്കിലും ശാപത്ത് നിമിത്തമോ എൻ്റെ കുടുംബത്തിൽ ഈ അനർത്ഥം എന്ന് വിചാരിച്ചിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് കർത്താവ് ഒരു അത്ഭുതം ചെയ്യും. പ്രാർത്ഥിക്കാം. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ സ്വർഗ്ഗസ്ഥ പിതാവേ, ആരൊക്കെ എപ്പോഴും ഇട്ട ശാപമാണ് ഞാൻ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ വേദന എന്ന് കർത്താവെ, കണ്ണുനീരോട് നീറിപ്പുകയുന്ന മനസ്സോടിരിക്കുന്ന ഈ വ്യക്തി ജീവിതങ്ങളെ അപ്പൻ്റെ കരങ്ങൾ തരുന്ന കർത്താവേ, ദൈവമേ, ഈ ലോകത്തിൽ ശാപങ്ങളെ മാറ്റുവാനും കർത്താവെ രോഗങ്ങളെ അകറ്റുവാനും അങ്ങല്ലാതെ കർത്താവെ ഇവിടെ ആരും ഇല്ലല്ലോ കർത്താവെ. ആർക്കും കർത്താവെ കാരണമില്ലാതെ ശാപം ഏൽക്കുകയില്ല എന്ന് പറഞ്ഞ വചനപ്രകാരം നിങ്ങളുടെ മക്കൾക്ക് നേരായിട്ട് കർത്താവെ ഇവർക്ക് എന്തെങ്കിലും ശാപവാക്കുകൾ വന്നിട്ടുണ്ടെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ സമയത്ത് ഞങ്ങൾ സാധിച്ച് ജയമെടുക്കുന്നു. ജയത്തോടുവിട നടത്തി നിൻ്റെ രാജ്യത്തിൽ വരുന്നതുവരെയും കരം പിടിച്ച് നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.